എടാ അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് ചെയ്തിട്ടിരുന്നത്. അതിന്റെ 1-2 ടൈപ്പ് പഠിച്ചു. ആദ്യത്തത് എന്താണ്, പോയിന്റ് സ്ലോപ്പ് ഫോം പഠിച്ചു. രണ്ടാമത്തത് 2 പോയിന്റ് ഫോം ആണ്, പക്ഷെ ആ ഇക്വേഷൻ പഠിക്കേണ്ട, അത് നമ്മൾ പഴയ രീതിയിൽ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളണം. ഏതാണ്? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഇതിന്റെ അകത്ത് നമ്മൾ സ്ലോപ്പ് നമുക്കറിയാം അല്ലെ, സ്ലോപ്പ് എന്ത് സാധനമാണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. പുതിയൊരു സാധനം വന്നു, എന്താണ്? ഇന്റർസെപ്റ്റ്. എന്താണ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇന്റർസെപ്റ്റ്, ഇന്റർസെപ്ഷൻ എന്ന് പറയുന്ന വേർഡ്. ഇന്റർസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇടയിൽ കയറുക എന്നൊക്കെയാണ്. അപ്പോ നമുക്കിവിടെ ഇന്റർസെപ്റ്റുകൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2 ഇന്റർസെപ്റ്റുകളുണ്ട്. എന്താണ്? 2 ഇന്റർസെപ്റ്റുകളുണ്ട്. എക്സ് ഇന്റർസെപ്റ്റും ഉണ്ട്, വൈ ഇന്റർസെപ്റ്റും ഉണ്ട്. കേട്ടല്ലോ? എന്താണ് എക്സ് ഇന്റർസെപ്റ്റ്, എന്താണ് വൈ ഇന്റർസെപ്റ്റ് എന്നാണ് പറയാൻ പോകുന്നത്. എടാ നോക്കി, ഇപ്പോ ഒരു നമ്മൾ എക്സ് ആക്സിസ് കൊടുത്തു, വൈ ആക്സിസ് കൊടുത്തു അല്ലെ. എക്സ് ആക്സിസ് കൊടുത്തു, വൈ ആക്സിസ് കൊടുത്തു. ഈ എക്സ് ആക്സിസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുവാണെന്ന് വിചാരിച്ചു. എക്സ് ആക്സിസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുവാണെന്ന് വിചാരിച്ചു. ആ ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റ് 5, 0 ആണെന്ന് ഇരിക്കട്ടെ. എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്കറിയാം എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് ഉറപ്പായിട്ടും 0 ആയിരിക്കും. അപ്പോ ആ കട്ട് ചെയ്ത പോയിന്റ് 5, 0 ആണ്. അപ്പൊ നോക്കിയ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ ലൈനിന്റെ എക്സിനെ കട്ട് ചെയ്യുന്നത് 5, 0 അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ ആ ലൈൻ എക്സിനെ കട്ട് ചെയ്യുന്നത് 5 വെച്ചാണ്. അതുകൊണ്ട് ഇവിടുത്തെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. കേട്ടല്ലോ? ആ പോയിന്റ് മുഴുവനായിട്ട് എടുത്ത് പറയണ്ട, എക്സിൽ ഏത് ലൈനിലാണോ കട്ട് ചെയ്യുന്നത് അതിനെയാണ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ലൈൻ വൈനെ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. നേരത്തെ പറഞ്ഞ പോലെ വൈയിൽ ഒരു പോയിന്റിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ആ പോയിന്റിനെ നമുക്ക് 0, 4 എന്ന് വിളിക്കാം അല്ലെ. വൈ ആക്സിസ് ആയതുകൊണ്ട് എക്സ് 0 ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ വൈയിലെ ഏത് പോയിന്റിലാണോ കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈയിലെ 4ലല്ലേ കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അവിടുത്തെ വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4. ഇത്ര ഉള്ളൂടാ. അപ്പൊ എന്താണ് എക്സ് ഇന്റർസെപ്റ്റ്, എന്താണ് വൈ ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണ് എക്സ് ഇന്റർസെപ്റ്റ്? ഒരു ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലാണോ, ഇത് 4, 0 കട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ് ഏതാണ് ഇവിടെ? എക്സ് ഇന്റർസെപ്റ്റ് ഏതാണ് ഇവിടെ? 4. വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നത് 0, 6 അവിടുത്തെ വൈ ഇന്റർസെപ്റ്റ് ഏതാണ്? പറ. 6 ആയിരിക്കും. അപ്പോ ഇന്റർസെപ്റ്റ് മനസ്സിലായല്ലോ. 2 ഇന്റർസെപ്റ്റുകൾ ഉണ്ട്, എക്സ് ഇന്റർസെപ്റ്റും ഉണ്ട്, വൈ ഇന്റർസെപ്റ്റും ഉണ്ട്. എക്സിനെ കട്ട് ചെയ്യുവാണെങ്കിൽ അത് എക്സ് ഇന്റർസെപ്റ്റ്, വൈനെ കട്ട് ചെയ്യുവാണെങ്കിൽ അത് വൈ ഇന്റർസെപ്റ്റ്. ഇത്ര ഉള്ളടാ. അപ്പൊ നമുക്കിനി പഠിച്ചു തുടങ്ങാം. നമ്മുടെ ഇക്വേഷന്റെ അകത്ത് വരുന്ന സാധനമാണ് ഇന്റർസെപ്റ്റ്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം? അപ്പൊ എന്താണ് ഇന്റർസെപ്റ്റ് എന്ന് മനസ്സിലായല്ലോ. എക്സ് ഇന്റർസെപ്റ്റും ഉണ്ട്, വൈ ഇന്റർസെപ്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിനെ, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലോപ്പും തരും ഇന്റർസെപ്റ്റും തരും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? നമുക്കൊരു സ്ലോപ്പ് തരും, നമുക്കൊരു ഇന്റർസെപ്റ്റും തരും. ഈ 2 തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ലൈനിന്റെ ഇക്വേഷൻ എഴുതാം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവിടെ. എന്താ പ്രശ്നം? സ്ലോപ്പും എക്സ് ഇന്റർസെപ്റ്റും തരാം, അല്ലെങ്കിൽ സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും തരാം. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? നമുക്ക് ഒന്ന് സ്ലോപ്പും തരാം, എക്സ് ഇന്റർസെപ്റ്റും തരാം അല്ലെ. അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? സ്ലോപ്പും തരാം, വൈ ഇന്റർസെപ്റ്റും തരാം. കേട്ടല്ലോ? മറന്നു പോരുത്. ഈ 2 ഇക്വേഷനും സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമാണ്. അപ്പൊ ദേ ശ്രദ്ധിച്ചു, കാണാതെ പഠിക്കേണ്ടതാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നോക്കിയേ, ഒരു ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. ആ ലൈൻ എന്തിനെ കട്ട് ചെയ്യുവാണ്? എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുവാണ്. ആ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് മറന്നു പോരുത്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് D0 ആണെന്ന് വിചാരിച്ചു. D0 എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ എക്സ് ഇന്റർസെപ്റ്റ് എന്താണ് പറഞ്ഞേ? എക്സ് ഇന്റർസെപ്റ്റ് ഏതാണ്? D0 എന്ന് പറയണോ നമ്മള്? വേണ്ട, ഡി എന്ന് മാത്രം പറഞ്ഞാൽ മതി. കേട്ടല്ലോ? ഇനി ഈ ലൈനിനൊരു സ്ലോപ്പ് ഉണ്ട്. എന്താണ്? ഈ ലൈനിനൊരു സ്ലോപ്പ് ഉണ്ട്, അത് എം ആണ്. അപ്പൊ ശ്രദ്ധിച്ചോ, നമുക്ക് സ്ലോപ്പ് തന്നിട്ടുണ്ട് എം, എക്സ് ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട് ഡി. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പും എക്സ് ഇന്റർസെപ്റ്റും ആണ് തരുന്നെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്.
y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. ഇത്ര ഉള്ളടാ. എന്താണ്? y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. അപ്പൊ നോക്കി, വൈയും എക്സും എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സാധനം. എക്സും വൈ ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. എം എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? വൈ ഇന്റർസെപ്റ്റ് അല്ല, എന്താണ്? എക്സ് ഇന്റർസെപ്റ്റ്. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ ഈ ഇക്വേഷൻ. ഇനി ചില ക്വസ്റ്റ്യനിൽ നമുക്ക് വൈ ഇന്റർസെപ്റ്റ് തരുവാണെന്ന് വിചാരിച്ചു. എന്താണ് വൈ ഇന്റർസെപ്റ്റ്? എക്സ് കട്ട് ചെയ്യുന്ന ലൈൻ വൈ ആക്സിസിലാണെന്ന് വിചാരിച്ചു. ആ ലൈൻ ആരെയും കട്ട് ചെയ്തത്? വൈ ആക്സിസ്. അപ്പൊ അവിടെ വൈ ആക്സിസിനെ കട്ട് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന സാധനം ഏതാണ്? വൈ ഇന്റർസെപ്റ്റ് ആണ് അല്ലെ? ഈ കട്ട് ചെയ്ത പോയിന്റ് 0C ആണെന്ന് വിചാരിച്ചു. കട്ട് ചെയ്ത പോയിന്റ് ഏതാണ്? 0C ആണെന്ന് വിചാരിച്ചു. 0C എന്താണ്? എക്സ് വൈ ആക്സിസ് ആയതുകൊണ്ടാണ് എക്സ് 0യും ഒരു പോയിന്റ് സി എന്ന് കൊടുത്തത്. 0C ആണെങ്കിൽ അവിടുത്തെ വൈ ഇന്റർസെപ്റ്റ് എന്താടാ പറഞ്ഞേ? സി അല്ലേ? ഇനി ഈ ലൈനിനൊരു സ്ലോപ്പ് ഉണ്ട്. അത് എം ആണെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് വൈ ഇന്റർസെപ്റ്റും കിട്ടി, സ്ലോപ്പും കിട്ടി. വൈ ഇന്റർസെപ്റ്റും കിട്ടി. ഇത് രണ്ടും കിട്ടിയാൽ നമ്മുടെ ഇക്വേഷൻ ഇതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം വരും. എന്താണ്? വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. കേട്ടല്ലോ? വൈയും എക്സും നമുക്ക് വേണ്ട സാധനങ്ങൾ. എം സ്ലോപ്പ്, സി എന്താണ്? വൈ ഇന്റർസെപ്റ്റ്. മറന്നുപോയത്. അപ്പൊ ശ്രദ്ധിച്ച്, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം രണ്ടെണ്ണം ഉണ്ട്. സ്ലോപ്പും എക്സ് ഇന്റർസെപ്റ്റും തന്നാൽ, സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും തന്നാൽ. നോക്കിയേ, സ്ലോപ്പും എക്സ് ഇന്റർസെപ്റ്റും തന്നാൽ എന്താണ്? വൈ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും തന്നാൽ ഏതാണ്? വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇത്ര എളുപ്പമല്ലേ? ഇനി എടാ നോക്കിയടാ, ഇത് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും തന്നാൽ ഈ ഇക്വേഷനൊക്കെ തരാതെ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? സ്ലോപ്പ് തരും, എക്സ് ഇന്റർസെപ്റ്റ് വൈ ഇന്റർസെപ്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ വൈ ഇന്റർസെപ്റ്റിന്റെ പോയിന്റ് നമുക്ക് എഴുതാം. അപ്പൊ പോയിന്റ് സ്ലോപ്പ് വെച്ച് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ അതുകൂടി പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു? ഇപ്പൊ ചെറിയ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് മാറിക്കും. ശ്രദ്ധിച്ചോട്ടോ, വളരെ ഇമ്പോർട്ടന്റ്. എടാ അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ, ചെയ്തേക്കാം നമുക്ക്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് സ്ലോപ്പ് 3 ആൻഡ് വൈ ഇന്റർസെപ്റ്റ് ആണ് തന്നിട്ടുള്ളത്. വൈ ഇന്റർസെപ്റ്റ് എത്രയാണ്? 5. അപ്പൊ സ്ലോപ്പും ഇന്റർസെപ്റ്റും ആണ് തന്നിട്ടുള്ളത്. സ്ലോപ്പും ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയും വൈ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡിയും. വൈ ഇന്റർസെപ്റ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇത്, എക്സ് ഇന്റർസെപ്റ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇത്. കേട്ടല്ലോ? അത് രണ്ടും കാണാതെ പഠിച്ചോളൂ. ഇന്റർസെപ്റ്റ് ഫോം വെച്ച് ചെയ്യണം. അപ്പൊ നോക്കി, നമുക്ക് എന്താ തന്നേക്കുന്ന? വൈ ഇന്റർസെപ്റ്റ് അല്ലേ തന്നേക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ ഒരു ലൈൻ വരയ്ക്കാം നമുക്ക്. ഒരു ലൈൻ. ആ ലൈൻ എന്തിനെയാ കട്ട് ചെയ്തേക്കുന്നത്? വൈ ഇന്റർസെപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും വൈനെ ആയിരിക്കും കട്ട് ചെയ്തിരിക്കുന്നത്. വൈ ഇന്റർസെപ്റ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? വൈ ഇന്റർസെപ്റ്റ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 5. ഇനി സ്ലോപ്പ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 3. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും ആണെങ്കിൽ ഇക്വേഷൻ ഏതാണ്? വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണ്. വൈ അതുപോലെ തന്നെ എഴുതി. എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അല്ലേ? സ്ലോപ്പ് 3 ഇൻറ്റു എക്സ് അതുപോലെ തന്നെ എഴുതി. സി എന്ന് പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ് എത്രയാണ്? 5. അപ്പൊ വൈ ഈക്വൽ ടു 3x പ്ലസ് 5 എന്ന ഇക്വേഷൻ വരും. ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാം. കേട്ടല്ലോ? ഇനി ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒറ്റ ഇക്വേഷൻ, പോയിന്റ് സ്ലോപ്പ് ഫോം, അത് പഠിക്കണം. അത് പഠിക്കാതെ ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. പോയിന്റ് സ്ലോപ്പ് ഫോം മാത്രമേ നിങ്ങൾക്ക് അറിയാവുള്ളൂ എന്ന് വിചാരിച്ചു. നോക്കിയേ, ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ട് 3 അല്ലെ? സ്ലോപ്പ് എം ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. ഇനി വൈ ഇന്റർസെപ്റ്റ് 5 ആണെന്ന് അറിയാം. വൈ ഇന്റർസെപ്റ്റ് എന്താണെന്ന് അറിയാം? വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വൈനെ കട്ട് ചെയ്യുന്ന പോയിന്റ് 5 ആണ്. എടാ വൈനെ 5ൽ കട്ട് ചെയ്യുന്നെങ്കിൽ അത് വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. അപ്പൊ അവിടുത്തെ പോയിന്റിനെ എങ്ങനെ എഴുതും? 0,5 എന്ന് എഴുതും. ഇനി ഇപ്പൊ ഇവിടെ നോക്കിയടാ, ഇവിടെ നമുക്കൊരു പോയിന്റും കിട്ടി, സ്ലോപ്പും കിട്ടി. ഇത് പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ച് ചെയ്താലും പോരെ? മതി. നമുക്ക് ഉത്തരം ശരിയായാൽ മതി. ഇന്ന ഫോം വഴി ചെയ്യണമെന്നൊന്നും ആരും പറയുന്നില്ല. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോമിലേക്ക് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ അത് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഇത് പഠിച്ചാൽ ഇപ്പൊ എന്താ ഗുണം? പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് വെക്കാം. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി, അത്രേ ഉള്ളൂ. ഇനി എക്സ് ഇന്റർസെപ്റ്റ് ആണ് വരുന്നതെങ്കിൽ വൈ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തോളൂ. അത്രേ ഉള്ളൂ. എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പം.